ഞങ്ങളുടെ ബായ്ക്കാടിലുള്ള മീൻകുളമാണ് ഇന്നത്തെ വീഡിയോയെ. മുൻപേ ഒരു വീഡിയോയിൽ ചെറിയൊരു കുളം കുട്ടികൾക്കൊക്കെ മാനേജ് ചെയ്യാവുന്നവരെണ്ണം കാണിച്ചിരുന്നു. ഇതല്ല, ഞങ്ങൾക്ക് 3 പേരുള്ള മെമ്പേഴ്സ് ഉള്ള ഈ വീട്ടിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള മീനിനെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പരീക്ഷണമായിട്ട് നടത്തിയതാണ് ഒരു മീൻകുളം. 7000 ലിറ്റർ അടുത്ത് വെള്ളം എത്തിക്കൊള്ളും. ഞങ്ങൾ കുറെ വീഡിയോ ഒക്കെ കണ്ടു, കുറച്ച് മീൻകുളമൊക്കെ പോയി കണ്ടു. എന്നിട്ട് അതൊക്കെ കണ്ടേച്ച് ഞങ്ങളുടെ സൗകര്യവും സാധനങ്ങളുടെ അവൈലബിലിറ്റിയും ഒക്കെ നോക്കി ഞങ്ങൾക്ക് വയ്ക്കാവുന്ന വലിപ്പത്തിൽ ഞങ്ങളൊരു കുളം ഉണ്ടാക്കി നോക്കിയതാ. അപ്പൊ അതിനകത്ത് മീനിനെയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എന്നൊക്കെ ഒന്ന് കാണിക്കാം. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് വേറൊരാളുടെ കുളം കണ്ടിട്ട് അതേപടി തന്നെ പകർത്തി കോപ്പി ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുകയില്ല. ഇവിടെ നമ്മുടെ സ്ഥല സൗകര്യവും മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റിയും പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റും ക്ഷമയും ഇതെല്ലാം വേണം. അതുകൊണ്ട് ഞങ്ങളുടെ ഈ മീൻ വളർത്തൽ എങ്ങനെയാണ് ഞങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊന്ന് കാണിക്കാം. ഇത് 200 മീൻ കുഞ്ഞുങ്ങളാണ് ചിത്രലാട തിലാപ്പിയയില്. 1/2 ഇഞ്ച് 3/4 ഇഞ്ച് പ്രായമായപ്പോഴാണ് കിട്ടിയത്. ഇതിപ്പോൾ 4 മാസം കൃത്യം ആയി. 4 മാസം വളർച്ച എത്തിയതാണ്. ഇതിനിത് ഈ ഐസ്ക്രീം കപ്പിന് 1 കപ്പ് നിറച്ചാണ് തീറ്റ കൊടുക്കുന്നത്. 1.8 സൈസിലുള്ള തീറ്റ കൊടുക്കുന്നത്. അത് നമ്മൾ കുറച്ച് തീറ്റ 8 മിനിറ്റിനുള്ളിലൊക്കെ നോക്കിയിട്ട് തിന്ന് തീർക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കൊടുക്കും. അങ്ങനെ കൂട്ടിക്കൂട്ടി കൊടുത്താണ് 3 നേരമാണ് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നത്. അതായത് ചാടുമ്പോൾ കാണാമല്ലോ, അതിന് ഇത്രയും വളർച്ച എത്തിയിട്ടുണ്ട് 4 മാസമായപ്പോൾ. ആ ഒരു കപ്പിന് 1 കപ്പ് തീറ്റ കൊടുക്കും 3 നേരം. വേറെ ഒന്നും കൊടുക്കാറില്ല, അത് മാത്രമേ കൊടുക്കാറുള്ളൂ. ചേമ്പല കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുളത്തിൽ ഭയങ്കരമായിട്ട് വേസ്റ്റ് കൂടുന്നത് പോലെ തോന്നി, അതുകൊണ്ട് നിർത്തിയത്. ഇനി ഒരു ബേബി പോണ്ടും കൂടെ അതിൻ്റെ അടുത്തുണ്ട്. ഇവിടെ ഒരു പഴയ ടാങ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളൊരു ചെറിയ ടാങ്ക് കൂടെ നമുക്ക് ആവശ്യം വരും. ഇനി ഇതിനെ അങ്ങോട്ട് തിരിച്ച് പിടിച്ചിടാനും കുഞ്ഞുങ്ങളെ അപ്പുറത്തിടാനും ഒക്കെ ആവശ്യമാണ്. അപ്പം ഞങ്ങളിപ്പോൾ തൽക്കാലം അതിനകത്തൊരു 30 മീനിനെ, ഇപ്പോൾ 1 മാസമായിട്ടുണ്ട്, ഒരു 30 മീനിനെ കൂടെ അതിനകത്ത് വിട്ടിട്ടുണ്ട്. ഗിഫ്റ്റ് തിലാപ്പിയായ അതിന് 0.8ൻ്റെയാണ് ഇപ്പം തീറ്റ കൊടുക്കുന്നത്. ഇത് 1.8 ഇപ്പോൾ ഉള്ള മീനിന് കൊടുത്തോണ്ട്, ഇതിന് മുൻപിലത്തെ 1.2 അതിന് മുൻപ് കൊടുത്തോണ്ടിരുന്നത്. ഇതാ ചെറിയ മീനിന് 1 മാസം കഴിഞ്ഞിന് കൊടുത്തോണ്ടിരിക്കുന്ന 0.8. ആ 3 തീറ്റയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഈ ലാസ്റ്റ് ഇരിക്കുന്നതാണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. ടാങ്കിന്റെ മുകളില് പച്ച നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അധികം മഴയും അധിക സൂര്യപ്രകാശവും പിന്നെ പായലും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടാങ്കിന് മുകളിൽ അടയ്ക്കാൻ ഒരു അടപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഫ്രെയിം ആണ് ഈ കാണുന്നത്. ഒരു ഫ്രെയിമും ഉണ്ട് അതിന്റെ മുകളിൽ. അത് ആ ഫ്രെയിമിലേക്കാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് കൺസീൽഡ് വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലാക്ക് പൈപ്പ് ഇവിടെ കിടന്നത് ഉപയോഗിച്ചു. പിന്നെ വാർക്കക്കമ്പി അതിനകത്തൂടെ കടത്തി ബലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ആ ഫ്രെയിം. അതുപോലെ ഒരു ഫ്രെയിമേലാണ് നെറ്റും പിടിപ്പിച്ച് അടച്ചു വെക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഈ അടപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ ഹുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഹുക്ക് വെച്ച് വലിച്ചങ്ങ് വെച്ചിരിക്കുവാണെങ്കിൽ തുറന്നു പോവുകയില്ല, ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളും. എളുപ്പമാണ്, എടുക്കാനും എളുപ്പമാണ്. ഹുക്കങ്ങ് എടുത്തു കഴിഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ പൊങ്ങി വന്നോളൂ, തുറന്നു വയ്ക്കാം. ഇതിന്റെ ചുറ്റിനും വെച്ചിരിക്കുന്നത് പഴയ വലിയ ഹോസ്, കിണറ്റിൽ നിന്നൊക്കെ വെള്ളം അടിക്കുന്ന കുട്ടിയുടെ കിടന്നതെടുത്ത് ഉപയോഗിച്ച് അതിനകത്തും വാർക്കക്കമ്പി കടത്തി ചുറ്റി ഒരു ബലത്തിന് വേണ്ടി ചുറ്റി വെച്ചിരിക്കുന്നതാണ്. അതേലാണ് ഈ ഹുക്കെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ചുവട് മുതൽ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കുകയാണ്. ലാൻഡൊക്കെ ലെവൽ ചെയ്ത് നടുഭാഗം അല്പം ചെരിച്ച് നടുക്കൊരു കുഴി, വേസ്റ്റ് വന്നടിയാൻ വേണ്ടിയിട്ട് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി 4 അടി പൊക്കത്തിലാണ് ഈ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 അടി പൊക്കമാണ് ഇതിന്. മെഷിന്റെ വീതി അതാണ്. ആ മെഷ് ചുറ്റി വെച്ച് കെട്ടി അതിന്റെ ചുറ്റിനും 3 അടി താത്ത് സ്ക്വയർ പൈപ്പ് 4 എണ്ണം കുഴിച്ചിട്ടിട്ടുണ്ട്. ചുറ്റിനും ബലം കിട്ടാൻ വേണ്ടിയിട്ട് സ്ക്വയർ പൈപ്പ് താത്തിട്ട് 3 അടി താത്താണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും തള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ എൻഡിൽ കാണുന്നത് പൈപ്പിംഗ് പോലെ വെച്ചിരിക്കുന്നത് കറുത്ത പൈപ്പ്, കറുത്ത ഹോസ് കീറി ചുറ്റിനും വെച്ചിരിക്കുകയാണ് എൻഡില്. ഇത്രയും ചെയ്ത ഈ മെഷീന് കട്ടിയുള്ള മെഷായിരുന്നു. അതുകൊണ്ട് ഒരു 2900 രൂപയോളമായി. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മെഷീന്റെ ഉള്ളിൽ കൂടെ വൈറ്റ് കളർ കാണുന്നത് പ്ലാസ്റ്റിക് ചാക്കിന്റെ, അതായത് പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന റോളായിട്ട് കിട്ടുന്ന പ്ലാസ്റ്റിക് ചാക്കിന്റെ മെറ്റീരിയൽ. അത് വാങ്ങിച്ചു. 700 രൂപയ്ക്കുള്ള വേണ്ടി വന്നു. ഇത് കവർ ചെയ്ത് ആദ്യം ടാർപാളിൻ ഇടുന്നതിന് മുമ്പ് അതാണ് ടാർപാളിൻ ഇടുന്നത് പോലെ തന്നെ അത്രയും വീതിയുള്ള വലിയ ഷീറ്റ് വാങ്ങിച്ച് ആദ്യം പൊതിഞ്ഞു. അതിനുശേഷമാണ് ടാർപാളിൻ ഉള്ളില് കവർ ചെയ്തത്. ടാർപാളിന് 20x24 ആണ് ഞങ്ങൾ വാങ്ങിച്ചത്. അധികം കട്ടിയൊന്നും ഉള്ളതല്ല. അതിന് 2500 രൂപയായി.
അതിന്റെ പുറത്ത് ഈ ബ്ലാക്ക് കളർ കാണുന്നത് മൾച്ചിങ് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞതാണ്. മുറ്റത്തല്ലേ, അതുകൊണ്ട് കുറച്ച് ഭംഗി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് കണ്ടങ്ങ് കവർ ചെയ്തേക്കാന്ന് വെച്ചു. അപ്പൊ പിന്നെ ആ മെഷൊന്നും പുറത്ത് കാണത്തുമില്ല. ആ ടാർപ്പാളിൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നൊന്നും പുറത്ത് കാണത്തില്ല. മൾച്ചിങ് ഷീറ്റ് ഇവിടെ ചിപ്സ് ഇടാൻ വേണ്ടിയിട്ട്, മുറ്റത്ത് ചിപ്സ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതിന്റെ ബാക്കി ഇരുന്നതാണ്. അത് വെച്ച് കവർ ചെയ്തതാണ് മൊത്തം. ടാങ്കിന്റെ വക്കില് ആ ഹോസ് വെച്ചിരിക്കുന്നത് ആ മൾച്ചിങ് ഷീറ്റും ക്ലിപ്പ് ചെയ്തങ്ങ് വെച്ചിരിക്കുകയാണ്. അത് കീറിയിട്ട്, അത് മുഴുവനായിട്ട് കീറി അത് പിടിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. പീസാക്കിയിട്ട് കീറി ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടാൽ ഒരു വൃത്തിയും ആകും, സേഫുമാണ് അതവിടെ വെച്ചിരിക്കുന്നത്. ഫൗണ്ടൻ പോലെ കാണുന്നത് ആദ്യം 10-15 ദിവസത്തേക്ക് എയറേറ്റർ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ആവശ്യമില്ലായിരുന്നു. പിന്നെ ചെറിയൊരു എയറേഷൻ ഇരിക്കട്ടെ എന്നവർക്ക് ഫൗണ്ടൻ പോലെ വെള്ളം ടാപ്പിൽ നിന്ന് കൊടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കംപ്രസർ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പക്ഷെ 200 മീനുള്ളത് കൊണ്ട് അതിന് വളരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എയറേഷൻ പോരാൻ തോന്നി. ഇപ്പം ഞങ്ങളൊരു എയറേറ്റർ തന്നെ വാങ്ങിച്ചു. 60 LPM ഒരു എയറേറ്റർ വാങ്ങിച്ച് ഫിക്സ് ചെയ്തു. പിന്നെ എയറേറ്റർ ആകുമ്പോൾ 24 hour ഇടാവല്ലോ, കംപ്രസർ അത് പറ്റുമല്ലോ. എയറേറ്റർ മഴവെള്ള സംഭരണിയുടെ മുകളിൽ ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ബേബി പോണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട്. ഒരു വാൽവൊക്കെ കൊടുത്ത് കൺട്രോൾ ചെയ്താണ് വെച്ചിരിക്കുന്നത്, കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൽഗ റെസിസ്റ്റന്റ് എയറേഷൻ ട്യൂബാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഗ്രീൻ ലൈൻ ഉള്ളത്. ഇനി ഇത് വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കണമല്ലോ, അതിന് ഞങ്ങളൊരു ബേസ് ഉണ്ടാക്കി. ആ ബേസ് വയറിങ്ങിന് ഉപയോഗിക്കുന്ന ബ്ലാക്ക് പൈപ്പ് പെയിന്റ് അടിച്ചതാണ്, ഈ പച്ച കളറ്. അതിനകത്ത് വാർക്കക്കമ്പി കിടത്തിയിട്ട് സിമെന്റ് നിറച്ച് വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് സിമെന്റ് മണലും കൂടെ നിറച്ചിട്ട് ഈ 4 കാലൊക്കെ വെച്ച് ഇതേ ഷേപ്പിൽ ഫിക്സ് ചെയ്തു. എന്നിട്ട് അതേലെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഒന്ന് കംപ്രസറിൻ്റെത്, ഒന്ന് എയറേറ്ററിൻ്റെയാണ്. മാറിയിടാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ആവശ്യം വരുമ്പോൾ മാറിയിടാൻ വേണ്ടിയിട്ട് അതാണ് 2 എണ്ണം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 കാലയിൽ ഇത് നിന്നോളൂ. നല്ല വെയിറ്റുമാണ്, സിമെന്റാണ് അകത്ത്, കമ്പി സിമെന്റും അല്ലേ അതിനകത്തുള്ളത്. ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അതപ്പോൾ നമ്മൾ താഴേക്ക് താക്കുമ്പോഴത്തേക്കിനും അത് വെയിറ്റ് കാരണം താഴോട്ട് 4 കാലം പോയി അവിടെ നിന്നോളും. എയറേഷൻ ശരിക്കും കിട്ടുന്നിടത്ത് മുട്ടിയിരിക്കുകയില്ലാത്തതുകൊണ്ട്, ട്യൂബ് മുട്ടിയിരിക്കുകയില്ലാത്തതുകൊണ്ട് നല്ലപോലെ എയറേഷൻ ഉണ്ടാവുകയും ചെയ്യും വെള്ളത്തിൽ. ആ വലിയ പോണ്ടിലെ പോലെ തന്നെ ചെറിയ ഒരു സൈസ് ഉണ്ടാക്കി ഇട്ടിരിക്കുകയാണ് ഈ ബേബി പോണ്ടിൽ. ഓവർഫ്ലോയ്ക്കും അതുപോലെ വേസ്റ്റ് സ്ലറി പോകുന്നതിനും ഒന്നും പ്രത്യേകം വാൽവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ടാർപ്പാളിൻ വലിയ കട്ടിയുള്ളതല്ല വെച്ചിരിക്കുന്നത്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലീക്കും വരുമെന്നോർത്ത് ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല. അത് കാരണം സൈഫോണിക് രീതിയിൽ ഓവർഫ്ലോയും വെള്ളം വെളിയിലേക്ക് കളയുന്നത് വെറുതെ ഒരു പൈപ്പ് വെച്ചങ്ങ് കളയാണ്, ടാപ്പിൽ നിന്ന് വെള്ളം കയറ്റിയിട്ട്. ഇത് വളഞ്ഞൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ കിടക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തതാണ്. വേസ്റ്റായിട്ട് കിടന്ന പൈപ്പുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തതാണ്. സാധാരണ പോലെ തന്നെ ടാപ്പിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് സൈഫൺ രീതിയിലാണ് ആ വെള്ളം പോകുന്നത്. സ്ലറി എടുക്കുന്നതും അതുപോലെ തന്നെയാണ്. ഇനി ആ ഓവർഫ്ലോയുടെ PVC പൈപ്പിലോട്ടൊരു ഹോസിൻ്റെ ഒരു മുറി എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് വേറൊരു PVC പൈപ്പിൻ്റെ ഒരറ്റത്തോട്ട് ആ ഹോസ് കണക്ട് ചെയ്യും. എന്നിട്ട് ആ PVC പൈപ്പ് വെച്ചാണ് സ്ലറി എടുക്കുന്നതിനകത്തുനിന്ന്. ഈ ഹോസിൻ്റെ മറ്റേ അറ്റം ഈ PVC പൈപ്പിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്നത്. ഈ റബ്ബർ മെറ്റീരിയൽ PVC പൈപ്പിൻ്റെ എൻഡിൽ വെച്ചിരിക്കുന്നത് ടാർപ്പാളിൻ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആ വേസ്റ്റ് ഉള്ള സ്ഥലത്തേക്ക് അത് വെച്ച് എടുക്കാം, അതിലേക്ക് സക്ക് ചെയ്തെടുത്തോളും. ഇതിൻ്റെ ഷേപ്പൊന്നും കണ്ട് കൺഫ്യൂസ്ഡ് ആകണ്ട. ഇത് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് ഇവിടെ ഗവേഷണം നടത്തുന്നവരാണ് ഇവിടെ ഞങ്ങൾ 3 പേരും. അതാ ഇതിൻ്റെയൊക്കെ ഷേപ്പ് ഇങ്ങനെ ആയിപ്പോയത്. ഇനി നമ്മുടെ മീനിന് കളിക്കാനും ഉറങ്ങാനും
ഒക്കെ ഒരു തൊട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ തൊട്ടിൽ, അത് കാണിക്കാം. ഇത് അരയിഞ്ചിന്റെ PVC പൈപ്പ് ഉപയോഗിച്ചാണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് കർട്ടന്റെ ബാക്കി വന്ന നെറ്റും കൂടെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. PVC പൈപ്പിന് ഹോൾ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞാലല്ലേ അത് താന്നു പോകുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് താന്നു പൊയ്ക്കോളും, വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അടിയിലേക്ക് പൊയ്ക്കോളും. അത് അടിയിൽ എന്നിട്ട് കെട്ടി ഇടുകയാണത്. ഇതാ അതിൽ കെട്ടിയിരിക്കുന്ന വള്ളിയിൽ പിടിച്ച് പതുക്കെ സോഫ്റ്റായിട്ട് പൊക്കി എടുത്തപ്പോൾ കാണുന്നതാണിത്. ഇതിനകത്ത് മീനുണ്ട്. നമുക്ക് ആവശ്യമുള്ളതിനെ എടുക്കാം, പേടിപ്പിക്കാതെ പതുക്കെ പിടിച്ചെടുക്കുകയാണ്. ആവശ്യമുള്ളതിനെ എടുത്തിട്ട് പതുക്കെ സോഫ്റ്റായിട്ട് തന്നെ, അല്ലാത്തതിനെ നമുക്ക് അതിനകത്തേക്ക് തിരിച്ചു വിടുകയും ചെയ്യാം. ആ ക്രാഡിൽ തന്നെ താത്തി ഇറക്കി വിട്ടാലും മതി, വേണ്ടാത്ത മീനിനെ അതിനകത്തിട്ട്. ഈ 4 എണ്ണത്തിനെ നമുക്കങ്ങ് എടുക്കാം. ഇത് 4 മാസം പ്രായമായ മീനാണ്. അതിനകത്ത് കുറേ വേസ്റ്റും കാണും. അപ്പോൾ ആ ക്രാഡിലൊന്ന് കഴുകിയിട്ടാണ് തിരിച്ചിടുന്നത്. ആ വേസ്റ്റ് എല്ലാം പോവുകയും ചെയ്തോളൂ. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ അതിൻ്റെ പുറത്ത് തൂവിയിട്ട് ക്ലീൻ ചെയ്യാനേ. വഴുക്കലുള്ളത് കൊണ്ട് അതാണ് എളുപ്പം ക്ലീൻ ചെയ്യാൻ. എന്നിട്ട് നമുക്ക് കറി വയ്ക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് 2-3 മീനിനെ എടുത്ത് ഒരു വൈൽഡ് വുഡ് ഗ്രില്ലിങ് നടത്താം അല്ലേ. വിറക് കത്തിച്ച് ചുട്ടെടുക്കാം. കുറച്ച് പച്ചക്കുരുമുളകൊക്കെ പുരട്ടി, കാന്താരിയൊക്കെ പുരട്ടി, കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പുരട്ടി വെച്ചിട്ട് 2 ഉള്ളിയും പച്ചമുളകും ഒക്കെ വെച്ച് നമുക്ക് വിറക് കത്തിച്ച് ചുട്ട് നോക്കാം. ഈ മീന് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ചുട്ടാലും നല്ല ഗ്രില്ല് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്ത പ്രാവശ്യം നമുക്ക് ഇത്രയും കരിയാതെ കനലിൽ ചുട്ടെടുക്കാം.